ഹായ്, എന്താ ശേഷം? സുഖല്ലേ? ഇന്ന് രാവിലെ തന്നെ എഴുന്നേറ്റപ്പോ കാണുന്നൊരു വീഡിയോ. സത്യം ജയിച്ചു, ദിലീപിനെ വെറുതെ വിട്ടു. ഇതായിരുന്നു. ആദ്യമേ ഞാൻ ഒരു കാര്യം പറയട്ടെ. വീഡിയോസ് ഒക്കെ ചെയ്യുന്നത് കൊള്ളാം, പക്ഷെ നിയമത്തിനെതിരായിട്ട് നമ്മൾ എന്ത് സംസാരിച്ചാലും അത് വലിയ കുടുക്കായി മാറും. കാരണം ദിലീപിനോടുള്ള വൈരാഗ്യം കൊണ്ട് തെറി പറഞ്ഞിട്ടും അല്ലാതെയൊക്കെ കമന്റ് ഇടുന്ന കുറെ ആളുകളെ ഞാൻ കണ്ടു ഈ ന്യൂസ് ചാനലിന്റെ അടിയിൽ കൂടെ ഒക്കെ. അതൊക്കെ ഒരു ഇഷ്യൂ ആയി കഴിഞ്ഞാൽ ശരിക്കും നിങ്ങൾ കുടുങ്ങും. 83 ദിവസം ജയിലിൽ കിടന്നിട്ടാണ് ഇപ്പോ ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ആള് തെറ്റുകാരനല്ല, ഗൂഢാലോചനയിൽ ഒന്നിലും പങ്കില്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വിധി വന്ന്. എന്തായാലും സത്യം ജയിച്ചു എന്ന് തന്നെ വിശ്വസിക്കാം. ഞാൻ അന്നും ദിലീപിനെ കുറിച്ച് ഒരു മോശമായിട്ടുള്ള ഒന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ ഞാൻ അതങ്ങനെ എതിർത്ത് പറയാത്തതിന്റെ മെയിൻ ഉദ്ദേശം എന്താ വെച്ചാൽ, ഇതെല്ലാം കൂടി കാൽക്കുലേഷൻ ചെയ്യുമ്പോൾ ഇത് മൊത്തത്തിൽ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് വരുന്നുണ്ട് പല കാര്യങ്ങളിലായിട്ട്. കാരണം നല്ല രീതിയിൽ ജീവിച്ചിരുന്ന ഒരു ഫാമിലി, മഞ്ജു വാര്യരും ദിലീപും മാറ്റി ജീവിച്ചിരുന്ന ഒരു ഫാമിലി, അതിനിടയ്ക്ക് ഇപ്പൊ ഈ നടിയെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ കേസിലാണ് ഈ ദിലീപിനെതിരെ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായത്. എന്തെല്ലാം പീഡനങ്ങൾ അയാൾ അനുഭവിച്ചു. അയാളുടെ വീടിന് നേരെ കല്ലേറുണ്ടായി, അയാൾക്ക് നേരെ ആക്രമണം ഉണ്ടായി, കോടതിയിൽ അയാൾക്ക് കൊണ്ടുവരുമ്പോ എന്തെല്ലാം അസഭ്യങ്ങൾ പറഞ്ഞിരുന്നു. ഇപ്പൊ മാധ്യമങ്ങളൊക്കെ വട്ടം ചുറ്റിയിട്ട് തെളിഞ്ഞല്ലേ, സത്യം പുറത്തു വന്നല്ലേ എന്നൊക്കെ പറഞ്ഞിങ്ങനെ ഒലിപ്പീര് നടത്തുന്നുണ്ട്. എന്തൊക്കെയായിരുന്നു ഈ മാധ്യമങ്ങൾ അവരെ കുറിച്ച് പറഞ്ഞിരുന്നത്. ഇന്നൊക്കെ ന്യൂസ് ചാനൽ തുറക്കുമ്പോ ഇതാ വന്നു, ഒടുവിൽ ദിലീപ് തെറ്റുകാരനല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ആർപ്പുവിളിയാണ്. ദിലീപിന് എന്താണ് ഇതിൽ പറയാനുള്ളത് എന്നുള്ളത് ഞങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. സത്യം ജയിച്ചു. ഈ കേസിലെ ക്രിമിനൽ ഗൂഢാലോചന ഉണ്ട്. ആ ക്രിമിനൽ ഗൂഢാലോചന അന്വേഷിക്കണമെന്ന് മഞ്ജു പറഞ്ഞെടുത്തെന്നാണ് എനിക്കെതിരെയുള്ള ഗൂഢാലോചന. തെരഞ്ഞെടുത്ത ഒരു സംഘം ക്രിമിനൽ പോലീസുകാരും ചേർന്ന് ആണ് ഇങ്ങനെ നടപടി ഉണ്ടാക്കി. കേട്ടോ നിങ്ങളെ? സത്യം ജയിച്ചു. എനിക്കെതിരെ ഒരു വലിയ ഒരു എന്താ പറയാ, ഒരു സംഘം തന്നെ ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നു. എന്ത് വന്നാലും ദിലീപിനെ കുടുക്കിയേ പറ്റൂ എന്നുള്ളത്. അതിന് നേതൃത്വം വഹിച്ചിരുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥ തന്നെ ആയിരുന്നു എന്നാ പറയുന്നത്. സത്യത്തിൽ ഇവരുടെ പ്രശ്നം എന്താണെന്ന് അറിയോ? നന്നായി ജീവിച്ചുകൊണ്ടിരുന്നതാണ് ഈ ദിലീപും മഞ്ജു വാര്യറും പാടെ, അല്ലെ? ഇതിനിടയ്ക്ക് ആവശ്യമില്ലാതെ കുറെ വേസ്റ്റുകൾ കയറി വന്നു. എന്തിനെ? ഇവരുടെ ജീവിതം കുളം തോണ്ടാൻ വേണ്ടിയിട്ട്. ഈ ദിലീപ് കാവ്യമാധവനെ കിട്ടുന്ന സമയത്ത് തന്നെ പറയുന്നുണ്ട്, ഞാൻ ഇപ്പൊ ചെയ്യുന്നത് എന്റെ നിവർത്തികേടാ. കാരണം എന്റെ പേരില് കാവ്യമാധവന് ഇത്രയും അധികം ചീത്തപ്പേര് വന്നിട്ടുള്ളത്. ഇനിയിപ്പൊ ഞാൻ അതല്ല, അങ്ങനെയല്ല എന്ന് പറഞ്ഞാലും ആരും വിശ്വസിക്കാനും പോകുന്നില്ല. കാരണം ഇത് ഒരു ഭാര്യ ഭർത്താവിന്റെ ഇടയിലുണ്ടായ ചെറിയൊരു പ്രശ്നം വലിയൊരു പ്രശ്നമാക്കി മാറ്റി ഈഗോയുടെ പേരിലാണ് ഈ ദിലീപ് ഈ കാവ്യനെ കിട്ടുന്നത് തന്നെ. അവര് തമ്മിൽ ഇനിയിപ്പോ അങ്ങനെ പ്രണയമോ കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിരുന്നു വെച്ചോ, അതൊന്നും ശരിവെക്കുന്നതല്ല ഞാന്. പക്ഷെ ഇതിന്റെ ഇടയിൽ കയറിയിട്ട് കളിച്ച ഒരു 2-3 ആളുകളുണ്ട്. ഈ സിനിമാ ഫീൽഡിൽ തന്നെ ആയിട്ടുള്ള ഒരു 2-3 സ്ത്രീകളാണ്. അതിലിപ്പോ ഒന്ന് ഈ എന്താ പറയാ, തട്ടിക്കൊണ്ടുപോയ നടി എന്നൊക്കെ പറഞ്ഞിട്ട് ഇവര് ചെയ്തിരുന്ന എന്താ അറിയോ? ഈ കാവ്യമാധവനും ദിലീപും എവിടെ നിൽക്കുകയാണെങ്കിലോ അതല്ലെങ്കിൽ എന്ത് സംസാരിക്കുകയാണെങ്കിലോ ഇതൊക്കെ വീഡിയോ എടുത്തിട്ടും ഫോട്ടോ എടുത്തിട്ടും റെക്കോർഡ് ചെയ്തിട്ടും മഞ്ജു വാര്യറിന്റെ ഫോണിലേക്ക് നിരന്തരമായിട്ട് വിട്ടുകൊടുത്തിരുന്നു. അവിടുന്ന് അങ്ങോട്ടാണ് ഈ പ്രശ്നങ്ങൾക്ക് മുഴുവൻ ആരംഭം തുടങ്ങിയിരിക്കുന്നത്. ഇപ്പൊ ഈ വിധി വന്നപ്പോ തന്നെ കോടതിയിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇന്നും ദിലീപ് പറയുന്ന വിഷയം തന്നെ, മഞ്ജു വാര്യർ അടക്കം ചേർന്ന് ഗൂഢാലോചന നടത്തിയതിന്റെ പേരിലാണ്. അതായത് ഈ മഞ്ജു വാര്യർ ഈ ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥരുമായിട്ട് ബന്ധമുണ്ടായിരുന്നു. അപ്പൊ അവര് തമ്മിലുള്ള ഗൂഢാലോചനയിലാണ് ഞാൻ പ്രതിയായി ഈ 83 ദിവസം ജയിലിൽ കിടക്കേണ്ട ഒരു ഇതൊക്കെ വന്നേന്നുള്ളത്. അന്ന് മാധ്യമങ്ങളായാലും ശരി, കുറെ ഇവരുടെ ഫാൻസിന്റെ എന്നൊക്കെ പറഞ്ഞിട്ടും അല്ലാത്തെന്ന് പറഞ്ഞിട്ടും ഉള്ള ആളുകളൊക്കെ ഇയാളെ ഇനി പറയാനോ ചെയ്യാനോ ഒന്നും ബാക്കിയില്ല. അമ്മ എന്ന സംഘടന കേട്ട പാതി കേൾക്കാത്ത പാതി ഞങ്ങളെ ഇരയോടൊപ്പം നടിയോടൊപ്പം എന്നൊക്കെ പറഞ്ഞിട്ട് ദിലീപിനെ പുറത്താക്കുകയും ചെയ്തു. പക്ഷെ ദിലീപ് ആണാട്ടോ. കാരണം എന്താ അറിയോ? ദിലീപ് രണ്ടാമത് ഇതിലേക്ക് വന്നിട്ട് വീണ്ടും എന്താ പറയാ, ഒരുപാട് ക്ഷണിച്ചുക്കണു. മമ്മൂട്ടി, മോഹൻലാൽ തൊട്ട് എല്ലാവരും ദിലീപിനെ ക്ഷണിച്ചുക്കണു. ദിലീപ് പറഞ്ഞു, ഞാൻ ആ സംഘടനയൊക്കെ ഇല്ല, ഞാൻ എന്റെ വഴി, നിങ്ങളുടെ വഴി എന്ന് പറഞ്ഞ് മാറി നിൽക്കുക. ഇന്ന് അയാൾക്ക് തല ഉയർത്തി നിൽക്കാം. കാരണം അയാൾ തെറ്റുകാരനല്ല എന്നുള്ളതിന്റെ ഒരൊറ്റ കാരണം കൊണ്ട് അയാൾക്ക് ആരുടെ മുമ്പിലും നിൽക്കാൻ പറ്റുന്ന
ഒരു സ്ഥിതിയിലേക്ക് വന്നു. ഇതിന്റെ പുറകെ കളിച്ചവരൊക്കെ എന്ത് നേടി എന്ന് ചോദിച്ചാൽ നോ ഐഡിയ. കുറേ പ്രശ്നങ്ങളും ചീത്തപ്പേരുകളും മാത്രമാണ് ഇതിന്റെ അടിയിൽ കളിച്ചവർക്ക് കിട്ടിയത്. മാത്രമല്ല, ഇതൊരിക്കലും ദിലീപോ മഞ്ജു വാര്യരോ വിചാരിച്ച് കാണൂല ഇത് ഇവര് രണ്ടാകാനുള്ള സ്റ്റാർട്ടിങ് ആണെന്നുള്ളത്. ഈ മെസ്സേജ് അയച്ചവർക്കും ഈ ഫോട്ടോ അയച്ചവർക്കും റെക്കോർഡ് അയച്ചവർക്കും പിന്നെ ഒരിക്കലും വിചാരിച്ച് കാണൂല ഇതിന്റെ പേരിൽ ഇവര് രണ്ടാവും എന്നുള്ളത്. പക്ഷെ എല്ലാം വളരെ സിമ്പിൾ ആയിട്ട് അങ്ങോട്ട് നടന്നു. പക്ഷെ എനിക്കൊരു കാര്യം കേട്ടോ, കൂട്ടുകാരനാണെങ്കിൽ നാദൃശയെ പോലെ ഒരു കൂട്ടുകാരനെ കിട്ടണം. സത്യം പറ, ഇന്ന് കൂടെ നിന്നിട്ട് തന്നെ പണി തരുന്ന കൂട്ടുകാരന്മാരാണ് നമുക്കൊക്കെ ഉള്ളത്. പക്ഷെ നാദൃശയുടെ കാര്യത്തിലുണ്ടല്ലോ, ശരിക്കും നമുക്ക് അയാളോട് ഉറപ്പിച്ച് പറയാൻ പറ്റുന്ന ഒരു നല്ലൊരു കൂട്ടുകാരനാണ്. ഇത്രയും ആളുകളെല്ലാം ഒറ്റപ്പെടുത്തിയിട്ടും തോളോട് തോൾ ചേർത്ത് കൂട്ടിപ്പിടിച്ച് നിന്ന ഒരേ ഒരാളുണ്ടെങ്കിൽ അത് നാദൃശയാണ്. അവിടെ തെറ്റുകാരനോ കുറ്റക്കാരനോ നല്ലവനോ ഒന്നും അല്ല. അയാൾക്ക് ദിലീപിന് വേണ്ട സഹായങ്ങളോ കാര്യങ്ങളോ മറ്റേ ഈ ദിലീപ് എന്ത് ചെയ്യുന്നറിയാതെ ഒറ്റപ്പെട്ട് എന്താ പറയാ നടുത്തെരുവിൽ നിൽക്കുക എന്ന് പറയില്ലേ, അങ്ങനെ ഒരു സമയത്ത് ഈ നാദൃശ മാത്രമാണ് മറ്റേ ദിലീപിനെ കൂട്ടിപ്പിടിച്ചത്. ബാക്കിയുള്ളവർക്കൊക്കെ പേടിയായിരുന്നു, ഞാനും കൂടി പോയ ഞാൻ ദിലീപിന്റെ ആളാകുമോ എന്നുള്ളത്. എന്നാ ഈ ദിലീപ് ആരായിരുന്നു ഒരു കാലത്ത്? ജനപ്രിയ നായകൻ. നമുക്കൊക്കെ സ്വയം തോന്നുന്നു നമ്മുടെ വീട്ടിലൊരു ആളാണ് ഈ ദിലീപ് എന്നുള്ളത്, അല്ലെ? ചുരുക്കം ആളുകൾക്ക് അങ്ങനെ അല്ല എന്ന് പറയാൻ കഴിയുള്ളൂ. മിക്ക ആളുകൾക്കും ജനപ്രിയ നായകനാണ് ദിലീപ്. ഇത്രയും ഉയരത്തിൽ നിൽക്കുന്ന ദിലീപിനെ ഈ സിനിമാ ഫീൽഡിൽ നിന്ന് തന്നെ പലരും ചവിട്ടി വരുത്തി താഴേക്കിടാൻ നല്ല പോലെ ശ്രമിച്ചിട്ടുണ്ട്. അതിന്റെയൊക്കെ ഭാഗമാണ് ഇത്. കാരണം കിട്ടിയ ഒരു അവസരം ഒരാളും മുതലെടുത്തിട്ടില്ല. കാരണം ദിലീപ് വീണാലേ മറ്റവര് വാഴൂ എന്നുള്ള ഒരു എന്താ പറയാ മൊത്തത്തിലൊരു ചർച്ച തന്നെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ദിലീപിന്റെ നേരക്കുള്ള ഈ നടിയുടെ ആക്രമണ കേസ് വരുന്നതും ദിലീപ് അറസ്റ്റിലാകുന്നതും എല്ലാം. പക്ഷെ ദിലീപ് ഇതില് ഒരു മാധ്യമ പ്രവർത്തകനോട് ഒരു കാര്യം പറഞ്ഞു. എന്തറിയോ? ഇതാ, അത് നിങ്ങളെ കേട്ടു നോക്കി. അന്നത്തെ ഒരു ഉയർന്ന മേലുദ്യോഗസ്ഥയും അവര് തെരഞ്ഞെടുക്കപ്പെട്ട ഒരു സംഘം ക്രിമിനൽ കണ്ടുപിടിച്ചത്. ഇത്ര കാര്യങ്ങളെ 9 വർഷം അങ്ങനെയുണ്ട്. അത് വിളിച്ചില്ലേ? അതായത് ഒരു ഉയർന്ന ഉദ്യോഗസ്ഥയാണ്, പോലീസുകാരിയാണ് എന്നൊക്കെ പറഞ്ഞപ്പോ അതാരാണെന്ന് എനിക്കത് അറിയേയില്ല. അപ്പൊ ദിലീപ് അതിന് കൊടുത്ത മറുപടി എനിക്ക് അതിനേക്കാൾ വലിയ ഇഷ്ടമായി. അവിടെ പോയി കണ്ടുപിടിച്ചുള്ളതാണ്. കാരണം ഇവനൊക്കെ എല്ലാം അറിഞ്ഞിട്ടാണല്ലോ ദിലീപിനൊക്കെ കുറിച്ചിട്ട് ഇത്രയും പോസ്റ്റുകളും ഇത്രയും മറ്റേ വിഷയങ്ങളും ഇതിനകത്ത് മറ്റേ ന്യൂസ് ചാനലിൽ കൂടെ വിട്ടിരുന്നത്, അല്ലെ? എന്നിട്ട് ഇപ്പൊ കുറ്റം ഒന്നും ഇതായില്ല എന്ന് കണ്ടപ്പോ നേരെ എന്ത് ചെയ്തു? അല്ലാതെ ആരാണ് ഒന്ന് പറഞ്ഞല്ലോ എന്നൊക്കെ ചോദിച്ചിട്ട് മൈക്കും തൂക്കിയും കൊണ്ട് ചെന്നിക്കാം. ഉളുപ്പില്ലാത്തൊരു ജന്മങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ മാധ്യമ പ്രവർത്തകരാട്ടോ. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അത്രക്ക് വേട്ടയാടിയിരിക്കണു ഇയാളെ. മറ്റേ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ? ഇതിന്റെ ഉള്ളിൽ നിന്ന് ജയിലിന്റെ ഉള്ളിൽ നിന്നൊക്കെ വരുന്ന സമയത്ത് എന്തെല്ലാം പരിഹാസങ്ങളായിരുന്നു ഇവരൊക്കെ പറഞ്ഞിരുന്ന അയാളെ. ഈ ദിലീപിനെ ഒന്ന് ആലോചിച്ച് നോക്കുക. അത്രയും പ്രതിസന്ധിയെ കടന്നു വന്നിട്ട് കുറ്റക്കാരനല്ല കണ്ടപ്പോ മൈക്കും കൊണ്ട് ചെന്നിക്കുക. അത് ആരായിരുന്നു എന്നൊന്ന് പറയോ, അതെന്തിനായിരുന്നു എന്നൊന്ന് പറയോ എന്നൊക്കെ പറഞ്ഞിട്ട്. ഇപ്പൊ ദിലീപ് കുറ്റം ചെയ്തിട്ടില്ല എന്നുമായി മഞ്ജു വാര്യരുടെ ജീവിതം പോയി. ഇപ്പൊ കാവ്യയും മറ്റേ ദിലീപും തമ്മിൽ സുഖമായിട്ട് ഇവിടെ ജീവിക്കുന്നുണ്ട്. പക്ഷെ ഇത് ഈ കാവ്യയുടെ ദിലീപിന്റെ സുഖജീവിതത്തിന്റെ അല്ല. പക്ഷെ ഇതിന്റെ അടിയിൽ കളിച്ചിട്ട് ഇതിന്റെ അടിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചോർത്തി കൊടുത്തും ഒറ്റി കൊടുത്തിട്ടും മറ്റേ നടന്നവർക്ക് സ്വയം മനസ്സിൽ ചിന്തിക്കുന്നുണ്ടാവും അത് ചെയ്യണ്ടായിരുന്നു എന്നുള്ളത്. കാരണം അതിലൊന്നും നേടാനും കഴിഞ്ഞില്ല. ഈ രണ്ട് ജീവിതം രണ്ട് വഴിക്കൊണ്ട് പോയി. നമ്മളൊക്കെ ഇഷ്ടപ്പെട്ടിരുന്ന കുറച്ച് എന്താ പറയാ താര ജോഡികളാണ് മഞ്ജു വാര്യർ, ദിലീപ്, ജയറാമ, പാർവതി, പിന്നെ ബിജു മേനോന്, സംയുക്ത വർമ്മ. ഇവരൊക്കെ നമ്മൾ ഇഷ്ടപ്പെടുന്ന ആളുകളാണ്. അതെന്തുകൊണ്ടറിയോ? അവരുടെ ലൈഫ് തന്നെ അങ്ങനെയായിരുന്നു. അത് ഭയങ്കര ഒരു ജോഡികളായിരുന്നു. അപ്പൊ അതിനിടക്കാണ് ഈ ഒരു എന്താ പറയാ, സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് പേര് മഞ്ജു വാര്യർ കണ്ടുപിടിച്ചു എന്നേ ഉള്ളൂ. പക്ഷെ ഇതിൽ പലയിടത്തും പല ആളുകളും പറഞ്ഞു കേട്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മഞ്ജു വാര്യർക്ക് ഇങ്ങനെ നിരന്തരം ഇവരെ കുറിച്ചിട്ടുള്ള അപ്ഡേറ്റുകൾ ഇങ്ങനെ സെൻഡ് ചെയ്തും കൊണ്ടേ ഇരിക്കുകയാണ്. സഹികെട്ട ഒരു ഭാര്യ എന്തും പറയാലോ. അതാണ് ഇപ്പൊ മഞ്ജു വാര്യർ പറഞ്ഞത്. ആ ഒരു വിഷയം എത്തിപ്പെട്ടത് ഇന്നത്തെ ഈ ഒരു കോടതി വിധി വരെയാണ്. എന്തായാലും ദിലീപ് എന്ന നടന് ഇത്ര വലിയ ശത്രുക്കൾ ഉണ്ട് ഈ സംഘടനയിലും ഈ സമൂഹത്തിലും എന്നുള്ളത് ഈ ഒരു കേസ് പെട്ടപ്പോഴാണ് മനസ്സിലായത്. ചിലപ്പോഴൊക്കെ എനിക്ക് തന്നെ പാവം തോന്നിട്ടോ. കാരണം എന്താ അറിയോ, ഒരു സിനിമയുടെ പോസ്റ്റ് എന്തെങ്കിലും പുള്ളിക്കാരൻ ദിലീപ് പോസ്റ്റ് ചെയ്താല് അതിനകത്ത് ഭയങ്കര തെറിയ. അങ്ങനത്തെ പീഡന വീരനല്ലേ, ഇങ്ങനത്തെ പീഡന വീരനല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര തെറിയ. സത്യത്തില് ദിലീപിന് പേരിലുള്ള കേസ് തന്നെ എന്താ അറിയോ,
ഗൂഢാലോചന, അതായത് ഈ സംഘം ചേർന്ന് ഗൂഢാലോചനയിലും പിന്നെ ഈ നടിയെ ആക്രമിക്കാൻ വേണ്ടിയിട്ട് കൊട്ടേഷൻ കൊടുത്തു എന്നുള്ളതൊക്കെയാണ്. അടിസ്ഥാനപരമായിട്ട് ഒരു തെളിവും ഇല്ല. ഇനി കോടതിക്ക് വേണ്ടത് തെളിവാണ്. അത് ഇതുവരെ കിട്ടിയിട്ടുമില്ല. പിന്നെ അങ്ങനെ ഒരു തെളിവ് ഇല്ലേനും എന്ന് പറഞ്ഞു. അതിന്റെ ഇടയിൽ കുറെ മൊബൈലുകൾ പോയി, കുറെ മാനക്കേട് സഹിച്ചു. അവരുടെ അമ്മ, പ്രായമായ ആ ഒരു സ്ത്രീ എത്രത്തോളം ഈ മറ്റേ മോന്റെ കാര്യത്തില് ഒരുപാട് എന്താ പറയാ മനസ്സ് വിഷമിച്ചിട്ട് ഇത്രയും കാലം ജീവിച്ചു, നല്ലൊരു പേരും നല്ലൊരു പൊസിഷനിൽ നിന്നിരുന്ന ഒരു മനുഷ്യനെ ഒറ്റയടിക്ക് താഴേക്കൊണ്ട് കൊടുന്നു. എന്തായാലും അതൊക്കെ ചെയ്തവരിപ്പോ ഇവിടെ ഇരുന്ന് ഇങ്ങനെ കാണുന്നുണ്ടാവും എന്താണെന്നുള്ളത്, എന്ത് ഞാൻ നേടി എന്നുള്ളത്. അപ്പൊ ഞാൻ ഇത് കണ്ട ഈ ദിലീപിന്റെ ഈ വിഷയം കണ്ടപ്പോ ഞാൻ വീഡിയോ ചെയ്യണം എന്ന് പറഞ്ഞത് എനിക്ക് രണ്ട് കാര്യത്തിലാ. എന്തായാലും ഇതൊക്കെ ചെയ്തവർക്ക് ഇപ്പൊ ഇങ്ങനെ നോക്കിയിരുന്ന് ചിരിക്കുക, എന്തിനാ ഞാൻ ചെയ്തത്. അപ്പൊ ഈ ദിലീപിന്റെ കാര്യത്തിൽ ഞാൻ വീഡിയോ ചെയ്യണം എന്ന് വിചാരിച്ചതന്നെ എന്താ അറിയോ, ഒന്ന് ഈ നാദൃശയുടെ കാര്യം പറയാൻ വേണ്ടിട്ട്. ഒരു സുഹൃത്ത് എന്താണെന്നുള്ളത് നാദൃശയെ കണ്ട് നമ്മൾ പഠിക്കണം. എന്താ പറയാ, വീഴ്ചയിലും വാഴ്ചയിലും ഒരുമിച്ച് കൂടെ ഉണ്ടാകുന്നവനാണ് യഥാർത്ഥ സുഹൃത്ത് എന്നുള്ളത്. രണ്ടാമത്തത്, ഈ മഞ്ജു വാര്യറിന് ഈ ദിലീപിന് ഇത്രയും എന്താ പറയാ തെളിവുകളും മെസ്സേജുകളും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് ഈ കോലത്തിൽ രണ്ടു വിധത്തിലാക്കിയ ആ വലിയ മനസ്സിന്റെ ഉടമകളായ ഒറ്റുകാരില്ലേ, ഓൽക്കും കൂടി വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. അപ്പൊ നിങ്ങൾക്ക് എന്താ തോന്നുന്നത് വെച്ചെങ്കിൽ നിങ്ങളുടെ ഒരു കമന്റ് ഇട്. എന്താ നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളതൊന്നും അറിയാലോ. അപ്പൊ എന്നാ ഓക്കെ, ശരി.